ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പോട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിരട്ടയാണ്. ഇത് കേടായ തേങ്ങയുടെ മുകൾ ഭാഗം കട്ട് ചെയ്തതാണ്. നടുക്കൂന്നല്ല കട്ട് ചെയ്തത്, മുകൾ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തത്. എങ്കിൽ മാത്രമേ നമ്മുടെ പോട്ടിന് കുറച്ചുകൂടി വലുപ്പം കിട്ടൂ. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തത്. നമ്മൾ കേടായ തേങ്ങയൊക്കെ വലിച്ചെറിയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഗാർഡൻ കൂടുതൽ മനോഹരമാക്കാൻ പറ്റുവേ. ഇനി നമുക്ക് വേണ്ടത് അക്രിലിക് പെയിൻ്റ് ആണ്. ഞാനിവിടെ റെഡ് കളറും ഗ്രീൻ കളറും പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു വാട്ടർമെലൺ തീമിൽ ചെയ്യാമെന്നോർത്താണ് റെഡ് കളറും ഗ്രീൻ കളറും പെയിൻ്റ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും അടിക്കാം. ഞാനിവിടെ റെഡ് കളറും ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. രണ്ടിലും ഞാൻ ഒരേ കളർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടിഭാഗത്തെ ഹോൾസ് ഉള്ള ഭാഗം നിങ്ങൾ കട്ട് ചെയ്യരുത്, മുകൾ ഭാഗം വേണം കട്ട് ചെയ്യാൻ. ഹോൾസ് എന്തായാലും നമുക്ക് പോട്ടിന് വേണമല്ലോ, അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഹോൾസ് ഇടേണ്ടി വരുവേ. ഇനി നമുക്ക് ഇതിനോട്ട് പെയിൻറ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പെയിൻ്റ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. ചിരട്ടയിൽ മാത്രമല്ല, നമുക്ക് ബോട്ടിലും ഇതുപോലെ പെയിൻറ് ചെയ്തിട്ട് പോട്ടുകളൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ ഗാർഡനിലെ പോട്ടുകളൊക്കെ എല്ലാം ഷോപ്പിൽ നിന്ന് മേടിക്കണമെന്നില്ല. ഓരോ പോട്ടിനും ഷോപ്പിലൊക്കെ നല്ല വിലയുണ്ടാകുമല്ലോ. ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗാർഡനിലോട്ട് നല്ല ഉപകാരവുമായിരിക്കുവേ. സീറോ കോസ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഐഡിയകളല്ലേ ഇതൊക്കെ. ചിരട്ടയിൽ ഇനിയിപ്പോൾ പെയിൻ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുവേ. പെയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടിച്ചാൽ മതി. പെയിൻ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ ചെടി വെച്ചാലും നല്ല ഭംഗിയായിരിക്കുവേ. പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ചിരട്ട ഉണ്ടാകുമല്ലോ, അത് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ ഗാർഡൻ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയേ. വളരെ വ്യത്യസ്തമായ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം നമ്മളിവിടെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിലും കൂടെ ഈ റെഡ് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കണം. ചിരട്ട കൊണ്ട് നമുക്ക് പല ഐഡിയകളും നമ്മുടെ ഗാർഡനിൽ ചെയ്യാൻ പറ്റുവേ. ചിരട്ട കൊണ്ട് നമുക്ക് നല്ലൊരു വെർട്ടിക്കൽ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുവേ. ചിരട്ടയ്ക്ക് കളറൊന്നും കൊടുക്കണമെന്നില്ല, നാച്ചുറൽ ലുക്ക് കിട്ടും. ചിരട്ടയുടെ പുറം ഭാഗത്തെ തൊലിയെല്ലാം ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് കളഞ്ഞാൽ മാത്രം മതി. ശേഷം നമുക്ക് നല്ല ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനും നല്ല ഐഡിയ ആണ്. അതുപോലെ നമുക്ക് ആ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ സ്പൈഡർ പുല്ലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കുമേ കാണാൻ. ഞാനിപ്പോൾ രണ്ട് സൈഡും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പോട്ടും അതുപോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ പച്ചക്കളർ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ബ്രഷ് എന്തായാലും കഴുകണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ രണ്ട് കളറും രണ്ടിലും റെഡ് കളർ അടിച്ച ശേഷം ഇനി നമുക്ക് പച്ചക്കളർ അടിച്ചു കൊടുക്കാം. റെഡ് കളർ അടിച്ച ശേഷം അതിൻ്റെ ഇടയിൽ കളറൊന്നും അടിച്ചില്ലേലും നല്ല ഭംഗി ഉണ്ടാകുമല്ലേ. നോക്കുമ്പോൾ നല്ല ഒരു ഭംഗിയുണ്ട്. ആ ചിരട്ടയുടെ കളറും ആ റെഡ് കളറും കൂടെ കോമ്പിനേഷൻ വരുമ്പോഴും നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചക്കളർ അടിച്ചു കൊടുക്കാം. ഗ്രീൻ കളർ അടിക്കുന്നത് ഞാനിവിടെ വാട്ടർമെലൺ തീമിൽ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾ വാട്ടർമെലൺ തീമിലല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് അടിച്ചാൽ മതിയേ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു വാട്ടർമെലൻ്റെ ഒക്കെ ലുക്ക് വരുന്നുണ്ട് റെഡ് കളറും ഗ്രീൻ കളറും അടിക്കുമ്പോൾ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വാട്ടർമെലൻ്റെ ലുക്ക് വന്നോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഈ പോട്ട് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. അതിൻ്റെ ഒരു സൈഡ് പെയിൻ്റ് അടിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ സൈഡും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ പെയിൻ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ.
നമ്മുടെ കൊറോണ സമയത്തൊക്കെ എല്ലാവരും ബോട്ടിൽ പെയിൻറ്റിങ്ങിലല്ലായിരുന്നോ? ആ സമയത്ത് ഞാനും ഒത്തിരി ബോട്ടിലുകൾ ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്ത് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യാൻ നല്ല ഒരു ഉത്സാഹമാണ്. കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേനും നല്ല മാറ്റം വരും. അത് കാണുമ്പോൾ തന്നെ നല്ല ഒരു സന്തോഷമാണല്ലോ. നമുക്ക് രണ്ടാമത്തെ പോട്ടും ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പോട്ടും ഇവിടെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ 2 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വേണം. അതിൻ്റെ അടിഭാഗത്ത് ഉറച്ച് നിൽക്കാൻ വേണ്ടിയാണ്. തേങ്ങയുടെ ഈ അടിഭാഗം പോട്ടായിട്ട് നേരെ ഇരിക്കുകയില്ലല്ലോ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എടുത്തിട്ടുള്ളത്. ഇതൊരു ഗുലാബ് ജാമുൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ജാമിൻ്റെയോ പീനട്ട് ബട്ടറിൻ്റെയൊക്കെ ചെറിയ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെയൊക്കെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളായിരിക്കുമേ. ഞാൻ അതിലും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗി കിട്ടട്ടെ എന്നോർത്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ബോട്ടിലോട്ട് വീഴും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും മണലും ചാണകപ്പൊടിയുമാണ്. ഞാനിവിടെ സിങ്കോണിയം ചെടിയാണ് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുന്നത്. സിങ്കോണിയം ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മണ്ണ് കുറച്ച് നിറച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ചെടി വെച്ച് കൊടുത്ത ശേഷം വീണ്ടും മണ്ണ് നിറയ്ക്കാം. ഇതുപോലത്തെ കുറച്ച് സിങ്കോണിയം തണ്ടുകൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. സിങ്കോണിയം വെള്ളത്തിലും വളരും. ഞാനിവിടെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പോട്ട് കൂടി ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കാവേ. ഇത് കണ്ടില്ലേ, 2 പോട്ടും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നേരെ കുറേ പോട്ടുണ്ടാക്കി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കുമേ. ഇതുപോലെ 2 പോട്ട് തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഞാൻ ആ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിൽ കുറച്ച് ചിപ്സ് ഇട്ട് കൊടുത്തു. നമ്മുടെ ചിരട്ടയുടെ വെയിറ്റ് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ താങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഈ വാട്ടർമെലൺ പോട്ട് ഇഷ്ടമായോ? ഇതിനെ വാട്ടർമെലൺ ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഹൈപ്പും ചെയ്യണം. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.